കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ തൃക്കൈ വെണ്ണ അതിനെ പറ്റിയുള്ള കാര്യമാണ്. അതുപോലെ തൈര്, ഗുരുവായൂരപ്പനെ നേദിക്കുന്ന തൈരിനെ പറ്റിയും. ഗുരുവായൂരപ്പൻ്റെ തൃക്കൈ വെണ്ണ എന്ന് പറഞ്ഞാൽ ഉച്ചപൂജാ സമയത്ത് ഭഗവാന് സമർപ്പിക്കുന്ന വെണ്ണയ്ക്കാണ് തൃക്കൈ വെണ്ണ എന്ന് പറയുന്നത്. വെണ്ണ നേദ്യമാണ്. ആ വെണ്ണ നേദ്യം ഭക്തർക്ക് വാങ്ങാൻ കിട്ടും. അത് തയ്യാറാക്കുന്നതും മറ്റു കാര്യങ്ങളുമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പലരും ചോദിച്ചു, അതിന് ഉത്തരമായിട്ടാണ് വരുന്നത്. മറ്റൊന്നുമല്ല, അതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രം കൂടിയുണ്ട്. നമ്മുടെ ക്ഷേത്രം, അതായത് ഗുരുവായൂർ ക്ഷേത്രം, ടിപ്പു സുൽത്താൻ്റെ ആക്രമണ സമയത്ത് ഇവിടുത്തെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം അമ്പലപ്പുഴയിലേക്ക് മാറ്റിയിരുന്നു എന്നൊക്കെ അറിയാമല്ലോ. ആ അമ്പലപ്പുഴയിലേക്ക് മാറ്റിയിരുന്ന സന്ദർഭത്തിൽ അവിടെ ഗുരുവായൂരപ്പനെ വയ്ക്കാൻ സുരക്ഷിതമല്ല എന്ന് വിചാരിച്ച് അവിടെയുള്ള ആളുകൾ അതിനെ ഒരു ആറ്റിൽ, അതായത് ജലാശയത്തിൽ മുക്കിവെച്ചു. അങ്ങനെ മുക്കിവെച്ച സമയത്ത് അതിന് കാവലിരുന്ന ആളുകൾ ഒരു മാടം കെട്ടിയിട്ടാണ് അവിടുത്തെ ഒരു കുടുംബം മാടം കെട്ടി ആറ്റിൻ്റെ വക്കത്ത്, അതായത് ആ ജലാശയത്തിൻ്റെ വക്കത്ത് മാടം കെട്ടിയിട്ട് കാവലിരുന്നു. ഗുരുവായൂരപ്പൻ്റെ ഈ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം കഴിയുന്നതുവരെയും. അതിനുശേഷമാണ് ആ വിഗ്രഹം അവിടുന്ന് എടുക്കാൻ വീണ്ടും ഗുരുവായൂരിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം ആ വിഗ്രഹം അനക്കാൻ പറ്റുന്നില്ല. ആ ജലാശയത്തു നിന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി. ആ അവസ്ഥയിൽ അവിടുത്തെ പ്രമുഖ ജ്യോതിഷികളൊക്കെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ, എന്നെ കൊണ്ടുപോകണമെങ്കിൽ എന്നെ ഇതുവരെ സംരക്ഷിച്ച ആ മാടക്കാരെയും കൂടി കൊണ്ടുപോകണം എന്നാണ് ഗുരുവായൂരപ്പൻ്റെ അരുളപ്പാടുണ്ടായത്. അതല്ലാതെ ഗുരുവായൂരപ്പൻ വരില്ല എന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ആ മാടം കെട്ടി താമസിച്ച് ഗുരുവായൂരപ്പനെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നൊക്കെ പറയുന്ന പോലെ സുരക്ഷിതമായി സംരക്ഷിച്ച ആ കുടുംബത്തെയാണ് കൂട്ടിക്കൊണ്ടുവന്നു. അവർ അമ്പലപ്പുഴക്കാരാണ്. അതിനെയാണ് മാടക്കാവ് എന്ന് പറയുന്നത്. ഇന്ന് ഗുരുവായൂർ അമ്പലത്തിലെ ഭഗവാന്റെ ആ തൃക്കൈ വെണ്ണയും അതുപോലെ ഭഗവാന് നേദിക്കുന്ന തൈരും എല്ലാം ആ മാടക്കാവിലെ കുടുംബത്തിൻ്റെ അവരുടെ ഭക്തിയുടെ പ്രതീകമാണ്. നേദ്യത്തിന് കാളൻ കുറുക്കാനുള്ള തൈര് മാടക്കാവിൽക്കാരുടെ പ്രത്യേകതയാണ്. അവർക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ. അതുപോലെ തൃക്കൈ വെണ്ണ ഗുരുവായൂരപ്പന് നൽകാനും ആ അവകാശം മാടക്കാവിൽക്കാരൊക്കെയാണ്. നമ്മുടെ വ്യാപാര ഭവന് സമീപമാണ്, കിഴക്കേ നടയിലെ വ്യാപാര ഭവന് സമീപമാണ് അവരുടെ തറവാട്. ശരിക്കും അവർ അമ്പലപ്പുഴയിൽ നിന്ന് വന്ന ആളുകളാണ്. അവർക്കാണ് ആ കുടുംബ പാരമ്പര്യമായിട്ടുള്ളത്. അവിടുത്തെ സ്ത്രീകളാണ് ഭക്തിയോടെയും വ്രതത്തോടെയും കൂടി ഒരു റൂം തന്നെയുണ്ട് അമ്പലത്തിനുള്ളിൽ അവർക്കായിട്ട്. അതിലാണ് അവർ തൈര് കടയുന്നതും വെണ്ണ കടയുന്നതും എല്ലാം വെണ്ണയാക്കി രൂപപ്പെടുത്തി ഭഗവാന് സമർപ്പിക്കുന്നതൊക്കെ. അവർക്ക് മാത്രമാണ് അവർക്കും വടക്കേ നടയിലൂടെ കയറാം. ആരും തടയില്ല. കാരണം അവരുടെ കൂടി ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തരിൽ പ്രാധാന്യം തന്നെയാണ് അവർക്കും. അതൊരു വലിയ സൗഭാഗ്യമാണ് ആ കുടുംബക്കാർക്ക്. അവിടുത്തെ കുലസ്ത്രീകൾക്കെല്ലാം അതിൻ്റെ ഒരു ഭാഗ്യം അനുഭവിക്കുന്നവരാണ്. ഇപ്പോൾ വരുന്നത് സരസ്വതി എന്ന് പറയുന്ന അയമ്മയാണ്. വളരെ രാവിലെ തന്നെ വന്ന് ആ കാര്യങ്ങളെല്ലാം വൃത്തിയായി ചെയ്യും. അവർ കുറച്ച് പേരുണ്ട്, അവർ കുടുംബക്കാർ മുഴുവൻ
അതിനായിട്ട് അവിടുത്തെ സ്ത്രീകൾ. ആ മാടക്കാവ് ഇല്ലക്കാരുടെ ഒരു ഭാഗ്യം, മഹാഭാഗ്യം എന്ന് തന്നെ പറയാം. ഇതിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭഗവാനോടടുത്ത് നിൽക്കുന്നവരെ ഒരു കാലത്തും ഭഗവാൻ കൈവിടില്ല എന്നുള്ള ഒരു തത്വം കൂടി അതിലടങ്ങിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഭഗവാന്റെ വിഗ്രഹം എടുത്ത് പോരുമ്പോൾ പോന്നാൽ പോരെ. പക്ഷേ ഭഗവാന്റെ വിഗ്രഹം കൊണ്ടുവരാൻ കഴിയാത്തതും ആ മാടക്കാവുകാരെ കൂടെ കൊണ്ടുവരണം എന്നുള്ളതും ഭഗവാന്റെ തന്നെ ഒരു തീരുമാനമാണ്. അപ്പോൾ ആ ഒരു അത്രയും പ്രധാനപ്പെട്ട ഒരു വീട്ടുകാരാണ് മാടക്കാവിലെ ആളുകൾ. എന്തായാലും അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു സൽഗതി വളരെ പ്രാധാന്യം തന്നെയാണ്. എല്ലാവർക്കും അതുപോലെ ഗുരുവായൂരപ്പനെ വിശ്വസിച്ചാൽ, ഗുരുവായൂരപ്പന് വേണ്ടി സേവ ചെയ്താൽ പ്രത്യുപകാരം എന്തായാലും ഗുരുവായൂരപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഗുരുവായൂരപ്പനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് തീർച്ചയാണ്, 100% തീർച്ചയാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഗുരുവായൂരപ്പൻ നേടിത്തരും എന്നുള്ളതും സുനിശ്ചിതമായ തീരുമാനമാണ്. ആത്മാർത്ഥതയോട് കൂടിയിട്ടും ഭക്തിയോട് കൂടിയിട്ടും ഭഗവാനെ ഏത് സമയത്ത് വിളിച്ചാലും ആ വിളിപ്പുറത്ത് ഭഗവാൻ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ എന്തായാലും കൂടെ ഉണ്ടാവും. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ആ സംശയം ചോദിച്ച മഹത് വ്യക്തികൾക്ക് ഇത് സമർപ്പിക്കുന്നു.